ഈ നമുക്ക് ആശയുടെ അച്ഛനോട് തന്നെ ചോദിക്കാം, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾക്ക് FIR തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ FIR കൊടുത്തു. FIR കൊടുത്തിട്ട് ആദ്യം എവിടെയാണ് ചെന്നത്? ആദ്യം അമ്പലപ്പുഴ സ്റ്റേഷനിലാണ് ചെല്ലുന്നത്. അപ്പോൾ അമ്പലപ്പുഴ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സ്റ്റേഷനിലെ സാറ് പറഞ്ഞു, ഇത് സൗത്തിലെ കേസാണല്ലോ, ഇങ്ങോട്ട് എന്തിനാ, ഇനി ഞങ്ങളിത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മകൾ മരിച്ച അച്ഛനോടാണ് പറയുന്നത്, അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണല്ലേ ആദ്യമേ? അതെ അതെ. അത് കഴിഞ്ഞ് അമ്പലപ്പുഴ സ്റ്റേഷനിൽ അവിടെ ഞങ്ങൾ റിപ്പോർട്ട് FIR ഒക്കെ കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇത് ഞങ്ങൾ അങ്ങോട്ട് അയച്ചേക്കാം, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങ് പോരുകയാണ് ചെയ്തത്. അതിനുശേഷം വളരെ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇത് സൗത്തിലോട്ട് മാറിയിട്ടുള്ളത്. അതുവരെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഇവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത്. അതിനിടയ്ക്കാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ജോലിയും ചെയ്യുന്നില്ല ഇതിനെപ്പറ്റി. ഒരു നിയമ നടപടിക്ക് പോലും അവർ തയ്യാറായിട്ടില്ല. ഈ ഡോക്ടർമാർക്കെതിരെയോ മറ്റാർക്കെങ്കിലും ഒരു നിയമ നടപടിക്ക് പോലും അവർ തയ്യാറായിട്ടില്ല. അതെന്താ തയ്യാറാകാത്തതെന്ന് നമുക്കറിയാൻ പാടില്ല. ഇതിനകത്ത് കൊത്തുകളി ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ താമസിക്കുക. എന്ത് ചെയ്യുന്നാലും തരത്തില്ല. നമ്മുടെ മകൾ മരിച്ചല്ലോ, അതിൽ അവർക്ക് ചെയ്ത എന്ത് മരുന്നുകളൊക്കെയാണ് കൊടുത്തത്, ആ കേസ് ഷീറ്റ് വരെ അവർ കൊണ്ടുപോയിട്ട് ഇന്ന് വരെ നമുക്ക് തന്നിട്ടില്ല. ഒന്നും തന്നിട്ടില്ല. അത് ചോദിച്ചവൻ പറയുന്നത് എന്താണ്, വനിതാ മുഖാന്തരം ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ തരത്തുള്ളൂ, വിവരാവശ്യം. അങ്ങനെ ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അവിടെയാണ് 25-28 ദിവസം കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. അതുവരെ നമ്മളിനി കാത്തിരിക്കണം. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കണമെങ്കിൽ എല്ലാവരും ചോദിക്കും സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ, അതൊക്കെ കാണിക്കാൻ. അപ്പം നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇവർ മനഃപൂർവ്വം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ വെച്ച് ഒരു കാര്യത്തിനും അവർ ഇറങ്ങിത്തിരിക്കുന്നില്ല. അവരെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും ഞങ്ങൾ സംശയിക്കുകയാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതാക്കരുത്, ഇന്ന് ഈ ഹോസ്പിറ്റൽ അടച്ചിടരുത്. ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഇവർ വീണ്ടും തുറന്ന് മറ്റുള്ളവരെ കൊല്ലുകയാണ്. ഇവർ മനഃപൂർവ്വം കൊല്ലുക. ഓരോ മരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാതെ. ആ കിടക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ, കൂടെ ചെല്ലുന്നവർക്ക് അറിയാൻ പറ്റുമോ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ അവരങ്ങനെ തരം താഴ്ന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വന്നിരിക്കുകയാണിത്. രഞ്ജിത്ത്, ആശയുടെ ഭർത്താവ് ശരത്ത് നമ്മളോട്